ഹലോ ഒരുവൺ, ഇന്ന് നമ്മുടെ ഗ്രാൻഡ് വിത്താരയ്ക്ക് ഒരു LED അപ്ഗ്രേഡ് ചെയ്യാൻ പോകണം. ഇത് ഡെൽറ്റ വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിൽ ഹെലജൻ ലൈറ്റാണ് വരുന്നത്. അത് നമ്മൾ LEDക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇത്. DHSCയുടെ ആണ്, F110. ടോട്ടൽ 220 വാട്ട്സാണ്. ഇതിൽ ബോക്സിൽ എഴുതിയിരിക്കുന്നത് 21,000 ലൂമിനസും അത് 4300 കെൽവിൻ ടെമ്പറേച്ചറിലാണ് വരുന്നത്. ടോട്ടൽ ഇത് 24 മന്ത്സ് വാറണ്ടി ഉണ്ട്. 12 മന്ത്സ് പ്ലസ് എക്സ്റ്റെൻഡ് ചെയ്ത് 12 മന്ത്സ് അങ്ങനെ. ബോക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നോർമൽ എല്ലാ LEDയിലും കൊടുത്ത പോലെ തന്നെ. ഇത് ഹോൾഡർ വന്നിട്ട് 9005 ആണ് ഇതിൽ വരുന്നത്. അതിൽ തന്നെ 9006 യൂസ് ചെയ്യാം, 9012 യൂസ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലൊരു റബ്ബർ ഓറിങ്ങുകൾ വരും. അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഹോൾഡറും മാറ്റിയിടാൻ സാധിക്കും. ഈ DHSC അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്, നല്ല പെർഫോമൻസ് ഉണ്ട്. മുമ്പത്തെ വണ്ടികളിൽ നമ്മൾ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബ്രാൻഡിലേക്ക് പോകാനുള്ള കാരണം. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ ഒരു 800 മീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ബീം ക്രോ. അത് നമുക്ക് കണ്ടറിയാം എങ്ങനെയാണെന്നുള്ളത്. ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്, ഒരു ഡാഡ്, വാറണ്ടി പേപ്പർ. ഇത് വേറൊരു ഹോൾഡറിക്ക് യൂസ് ചെയ്യാനുള്ളതാണ്, 9006. ഇത് 9012. ഇതാണ് ബൾബിൻ്റെ ഡിസൈൻ. ഫുൾ മെറ്റലാണ്, നല്ല ഒരു അലോയിഡ് ഡിസൈനൊക്കെ ആയിട്ട്. ഫാൻ ടൈപ്പാണ്. ഹീറ്റ് സിങ്ക് അല്ല. ഈ ഡ്രൈവും കൊടുത്തിരിക്കുന്നത് ഫുൾ മെറ്റൽ തന്നെയാണ്. ഇതിൻ്റെ പെർഫോമൻസ് എന്തായാലും നമുക്ക് മുമ്പത്തെയും അതായത് ബിഫോർ ആഫ്റ്റർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതെങ്ങനെ ചെക്ക് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്യാമറ മാനുവലിൽ ഇട്ടിട്ട്, അതായത് പ്രോ മോഡിൽ ഇട്ടിട്ട്, ഇതിൻ്റെ ISO, ഷട്ടർ സ്പീഡ് ഇതെല്ലാം ഒറ്റ ഫിഗറിൽ വെച്ചിട്ടാണ് രണ്ടും കമ്പയർ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കൂടുന്നതിനനുസരിച്ച്, ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കൂടുന്നതിനനുസരിച്ച് അത് ക്യാമറ ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഇതറിയാൻ പറ്റില്ല, കറക്റ്റ് ഔട്ട്പുട്ട് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഹലജൻ ലൈറ്റിൻ്റെ പെർഫോമൻസ് ഒന്ന് കാണാം. ഇത് ബ്രൈറ്റ്, ഇത് ഡിമ്മ്. ഹലജൻ ലൈറ്റിൻ്റെ ത്രോ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചു. എന്തായാലും ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് കറക്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ വെറുതെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പണി തുടങ്ങാം. ആദ്യം ഹുഡ് ഓപ്പൺ ചെയ്യണം. ഇത് ഗ്രാൻഡ് വിത്താരയിൽ ശരിക്കും നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ വേറൊന്നും അഴിക്കണ്ട. അത് ഹോൾഡറൊക്കെ എടുക്കാനും കാര്യങ്ങളൊക്കെ സുഖമാണ്. നമുക്ക് എക്സ്ട്രാ ഒരു ലൈറ്റ് വേണം ഫിറ്റ് ചെയ്ത് കാണാൻ. അതിനുള്ളിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അറിയില്ല. ഇപ്പോൾ ഒരു ലൈറ്റ് എടുത്തിട്ട് വരാം. ലൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ഉണ്ടെങ്കിൽ കറക്റ്റ് കാണാം. ഇതിൻ്റെ ഹോൾഡർ ആക്ച്വലി ഇരിക്കുന്നത് അതിനകത്താണ്. ഈ ബ്രൗൺ ഇതാണ് ബൾബിൻ്റെ ഹോൾഡർ. നമുക്കതൊന്ന് റിമൂവ് ചെയ്തിടാം. ഈ ഹോൾഡർ ശരിക്കും വളരെ സിമ്പിൾ റിമൂവ് ചെയ്യാം. ഇനി ബൾബ് അതിൽ നിന്ന് എടുക്കണം. ലൈറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം.
ഇതാണ് സ്റ്റോക്ക് ബൾബ്. ഫിലിപ്സ് ആണ്. 55 വാട്ട് 12 വോൾട്ടിൽ 55 വാട്ട്സ്. ഇനി നമുക്ക് LED വൺ സൈഡ് മാത്രം ഒന്ന് മാറി വെക്കാം. അപ്പോൾ ആ ഡിഫറൻസ് ശരിക്കറിയാലോ. H4 ഒക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ ഹോൾഡർ അവിടെ സെറ്റ് ചെയ്യണം. അതിനുശേഷമാണ് ബൾബ് ഇടാൻ പാടുള്ളൂ. ഈ ഹോൾഡർ അങ്ങനെ ഒരു വിഷയമില്ല. നമുക്ക് ആക്ച്വലി ഇതിൽ 9006 വാഷറാണ് കറക്റ്റ് ഗ്രാൻഡ് വിത്താരയ്ക്ക് മാച്ച് ആവുന്നത്. 9005 ചെറിയൊരു ലൂസ് കാണിക്കുന്നുണ്ട്. 6 ഇട്ട് ട്രൈ ചെയ്ത് നോക്കി. 9006 വാഷർ ഇട്ട് ട്രൈ ചെയ്ത് നോക്കി. ഇതൊക്കെയാണ്. നമുക്ക് എന്തായാലും വൺ സൈഡ് ചേഞ്ച് ചെയ്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ വാഷറൊക്കെ ഒന്ന് മാറ്റി കറക്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, പഴയ വാഷറുകൾ എടുത്ത് വയ്ക്കാം. ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ഉപകാരപ്പെടും. ഒരു ബൾബ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇൻസ്റ്റാളേഷൻ വളരെ സിമ്പിളാണ്. നമുക്ക് നേരത്തെ ഒരു പ്രശ്നം വന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാഷർ മാറിയതിൻ്റെ ഒരു വിഷയമാണ്. ഓക്കെ, ഫിക്സ് ആയി. ഇത്രേ ഉള്ളൂ. ഇനി ഡയറക്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് ലൈൻ കൊടുക്കുക. അതിനുശേഷം ഈ ഡ്രൈവ് എവിടെയെങ്കിലും ഒരു മെറ്റലായതുകൊണ്ട് കിടന്ന് അടിക്കും. അപ്പോൾ ഈ ഡ്രൈവ് എവിടെയെങ്കിലും കറക്റ്റ് ടാഗ് ചെയ്ത് വെക്കണം. ടൈറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വെക്കണം. ഇത് ചെറിയൊരു ഹീറ്റ് വരാൻ ചാൻസ് ഉണ്ട് ഇത്. അപ്പോൾ വയറിങ് ഹാർനസിൻ്റെ അവിടെ നിന്ന് ഒഴിവാക്കി എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇനി വയറൊന്ന് കൊടുത്തു നോക്കാം. പോസിറ്റീവ് യെല്ലോ ആണ്. ഈ കണക്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. പോസിറ്റീവ് ലൈറ്റ് ഹോൾഡ് ചെയ്യാൻ ഒരു വഴിയില്ല. ഓക്കെ, പോസിറ്റീവ് യെല്ലോ ലൈന്, നെഗറ്റീവ് ബ്ലാക്ക് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിന് ശേഷം കറക്റ്റ് ചെയ്ത് ടൈയൊക്കെ ഇട്ടിട്ട് വയറൊക്കെ ലെവൽ ചെയ്യും. ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം.
കാണുമ്പോൾ തന്നെ അറിയാം, റൈറ്റ് സൈഡ് ലൈറ്റ് അല്ല നമ്മൾ അറിയണത്, ലെഫ്റ്റ് സൈഡിന്റെ പവറാണ് റൈറ്റ് സൈഡത്തെ ആ ലൈറ്റിന്റെ പെർഫോമൻസിനും ബാധിക്കേണ്ടത്. നല്ല ഡിഫറൻസ് ഉണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡും കൂടി ചേഞ്ച് ചെയ്ത് നോക്കാം. സ്റ്റോക്ക് അഴിച്ചെടുത്തു. ഇനി DHS ഫിക്സ് ചെയ്യാം. ബൾബ് അവിടെ വെച്ചു. ഹോൾഡറിൽ കറക്റ്റ് ചെയ്യേണ്ട. ഇനി കണക്ഷൻ ഇത് കൊടുക്കണം. കണക്ഷൻ കൊടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, പോസിറ്റീവും നെഗറ്റീവും മാറിക്കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബൾബ് തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഇതിൻ്റെ ഓക്കെ, ഇതും പ്ലഗ് ഇൻ ചെയ്തു. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും മാറിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡും ഓക്കെ, റൈറ്റ് സൈഡും ഓക്കെ. ഇനി അതിൻ്റെ വയേഴ്സൊക്കെ ഒന്ന് ടൈറ്റ് ഒതുക്കി വെക്കാനുണ്ട്. അത് ആ പണി മാത്രമേ ബാക്കിയുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം.
ഇത് ഡിമ്മ്, ബ്രൈറ്റ്. Welcome to Grand Vitara. അത്യാവശ്യം നല്ല ത്രോ ഉണ്ട്. സ്റ്റോക്കിനെ അപേക്ഷിച്ച് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. നമ്മളിനി ടെസ്റ്റ് ഡ്രൈവിന് ഇറങ്ങാണ്. ഇത് റോട്ടിൽ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് കാണാം. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തില്ല DRL. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് തരാം. ഇത് സ്റ്റോക്ക് ഹെലജനായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അതിനേക്കാൾ ഫാർ ബെറ്ററാ. അത് തീരെ വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. കമ്പാരിസൺ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അറിയാം. നമുക്കൊന്ന് ബ്രൈറ്റ് ട്രൈ ചെയ്ത് നോക്കാം. അന്യായ ത്രോയാ. ഇപ്പൊ റോഡല്ല, ഇത് 4300 കെൽവിനാ. അതുകൊണ്ട് മഞ്ഞ്, മഴ ഇതൊന്നും ഇതിനെ ബാധിക്കില്ല. ചെറിയൊരു വാം കളറാണ്, പ്യുവർ വൈറ്റ് അല്ല. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി നല്ല പക്കയായിട്ട് കിട്ടണമുണ്ട്. നല്ലൊരു മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് അതും കൂടി എടുക്കായിരുന്നു. ഇപ്പോൾ ഒരു സ്ട്രൈറ്റ് റോഡാ. നല്ല ത്രോ എനിക്കുണ്ട്. ഡിമ്മ്, ബ്രൈറ്റ്. ഈ ബൾബ് DHCയുടെ സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് എടുത്താ. എനിക്ക് ഏകദേശം 10,500 റുപ്പീസാണ് അതിന് പ്രൈസ് വന്നിരിക്കുന്നത്. 2 ഇയർ വാറണ്ടി ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു 10,000 റുപ്പീസിന് ഇത് ഓക്കെയാണെന്ന് മാത്രമല്ല നല്ല പ്രൊഡക്റ്റ് തന്നെ. ലൈറ്റ് കൊള്ളാം. ഇത് ഗ്രാൻഡ് വിത്താരയ്ക്ക് എനിക്ക് തോന്നുന്നു നല്ലൊരു അപ്ഗ്രേഡ് ആണത്. നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. എന്തായാലും ഒരു ലോങ് ടൈം റിവ്യൂ വരും. അപ്പം അതും കൂടി കണ്ടതിന് ശേഷം നമുക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ലോക്കൽ LED മേടിക്കുന്ന അതൊന്നും ആയിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല കേട്ടോ. നമുക്കറിയാം, ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ റിസൾട്ട്. പിന്നെ എന്തായാലും ഒരു ലോങ് ടൈം റിവ്യൂ ചെയ്യണുണ്ട്. ഈ ബൾബായിട്ട് കുറച്ച് ഹൈ റേഞ്ച് ഒക്കെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് കേപ്പബിലിറ്റി അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഇത്ര ഉദ്ദേശിച്ചത്. DHCയുടെ ബൾബ് ഇൻസ്റ്റാളേഷൻ ഗ്രാൻഡ് വിത്താരയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതേപോലുള്ള വീഡിയോസ് ഇനിയും വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.